ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എഫർക്ക് ടെക് പി എസ് സി. ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ്റെ സിവിൽ ബേസ്ഡ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സൂപ്പർ 20 സെഷനാണ്. 20 ഒബ്ജക്റ്റീവ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെഷനാണ്. ഇപ്പോൾ നമുക്ക് ആ സീരീസിലെ എട്ടാമത്തെ സെഷനായിട്ടാണ് വരുന്നത്. അതായത് ആ ഒരു കണ്ടിന്യൂറ്റിയിൽ എട്ടാമത്തെ സെഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതൽ സിവിൽ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമുക്കിതിൽ എംഫസൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. First question, the distance from the optical center to the principal focus of a lens, radius of curvature, focal length, focus, none of these. അത് കറക്റ്റ് ആൻസർ വരുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. നോക്കാം, ഇതാണ് നമുക്ക് ഒപ്റ്റിക്കൽ സെൻറ്റർ. കണ്ടോ, ലെൻസിൻ്റെ ഇവിടെയാണ് ഒപ്റ്റിക്കൽ സെൻറ്റർ. ഓപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്നും ഫോക്കൽ പോയിന്റിലേക്കുള്ള ദൂരം എത്രയെന്നാണ് ഇവിടെ ചോദിച്ചത്. അത് ഫോക്കൽ ലെങ്ത് ആണ്. ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ കാണാം, ഒപ്റ്റിക്കൽ സെൻറ്റർ ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ലെൻസ്. ഓക്കെ, ഒപ്റ്റിക്കൽ സെൻറ്റർ ടു ദി പ്രിൻസിപ്പൽ ഫോക്കസ്, അതാണ് ഫോക്കൽ ലെങ്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോണിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, ഇലക്ട്രോസ്റ്റാറ്റിക്, ഇലക്ട്രോൺ ഗ്രാവിറ്റി. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, അപ്പോൾ നമുക്ക് ആ ഒരു പേര് തന്നെ നമുക്ക് കിട്ടും. എൻ്റെ ആൻസർ വരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റീൻ്റെ സ്റ്റഡി വരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഓപ്റ്റിക്കൽ സിസ്റ്റംസ് ദ ലെൻസ് ഓഫ് സിസ്റ്റം ഓഫ് ലെൻസസ് ക്ലോസർ ടു ദി ഒബ്സർവേഴ്സ് ഐ. ഒബ്സർവറിൻ്റെ ഐയിലേക്ക് ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്ന ലെൻസ് ഏതാണെന്നാണ് ചോദിച്ചത്. ഒബ്ജക്റ്റ് വെയിന്, ന്യൂക്ലിയസ്, ഐ പീസ്, പ്രിസം. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഐ പീസ് ആണ്. ഓക്കെ, ഇവിടെ നോക്കാം. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റ് എങ്കിൽ ഇത് ഒബ്ജക്റ്റീവ്, ഇത് കഴിഞ്ഞിട്ടാണ് ഐ പീസ് വരുന്നത്. ഐ പീസ് കൂടെയാണ് നമ്മൾ എന്ത് കാണുന്നത്, ആ ഒബ്ജക്റ്റിനെ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ തിയോഡലൈറ്റ് എടുക്കുകയാണെങ്കിൽ ഈ സൈറ്റ് വേവിൻ്റെ ഈ ഭാഗത്തായിരിക്കും നമ്മളുടെ ഒബ്സർവർ ഉണ്ടാവുക. ഇവിടെയാണ് ഒബ്ജക്റ്റ് വെയിൻ. ആ ഒബ്ജക്റ്റ് വെയിനിൽ കൂടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് നോക്കുന്നത്. അത് ഒബ്ജക്റ്റ് വെയിൻ ഇവിടെ ഒരു ഓപ്ഷൻ ആയിരുന്നു. കണ്ടോ, ഒബ്ജക്റ്റ് വെയിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒബ്ജക്റ്റ് വെയിൻ എവിടെ വരുന്നത്, നമ്മളുടെ ഈ തിയേറ്ററിലാണെങ്കിൽ ഇവിടെ ഈ ഒബ്ജക്റ്റ് വെയിന്, ആ ഒബ്ജക്റ്റ് വെയിനിൽ കൂടിയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ നോക്കുന്നത്. ഓക്കെ, ഒബ്സർവേഴ്സ് ആൻഡ് ഐ ആണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഭാഗത്തായിരിക്കും ഐ പീസ് ഉണ്ടാവുക. അടുത്തത്, ഇൻ സി ജി എസ് സിസ്റ്റം ദ യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ സി ജി എസ് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്, ആ സിസ്റ്റമാണ്. അതുപോലെ എം കെ എസ് ഉണ്ട്, എസ് ഐ യൂണിറ്റ്സ് ഉണ്ട്. അതിൽ സി ജി എസ് സിസ്റ്റത്തിൽ വിസ്കോസിറ്റിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചത്. പോയ്സ്, ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ, സെൻറ്റി പോയ്സ്, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അതിന് കറക്റ്റ് ആൻസർ വരുന്നത് പോയ്സ് ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ വരുന്നത് പോയ്സ് ആണ്. അപ്പോൾ അത് നമുക്ക് സിസ്റ്റംസ് തന്നെ സി ജി എസ് ഉണ്ട്, എം കെ എസ് ഉണ്ട്, എസ് ഐ യൂണിറ്റ്സ് ഉണ്ട്. അതിൽ ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട്. വിസ്കോസിറ്റി, ഡൈനാമിക് ഉണ്ട്, കൈനമാറ്റിക് ഉണ്ട്, അങ്ങനെ പ്രഷർ, ഫോഴ്സ്, വർക്ക്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡീപ്പായിട്ട് ഒരു ഭാഗം ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് ആ യൂണിറ്റ്സിനെ പറ്റിയിട്ട് തന്നെ. അപ്പോൾ അതിൽ വളരെ ഡീപ്പായിട്ട് പോവാം. നമ്മളിപ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ വേറെ ഡീറ്റെയിൽസ് ഇതിലിടാത്തത്. അത് യൂണിറ്റ്സിൻ്റെ തന്നെ വേറൊരു ഭാഗം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, വിസ്കോസിറ്റിൻ്റെ സി ജി എസ് സിസ്റ്റത്തിലെ യൂണിറ്റ് പോയ്സ് ആണ്. അടുത്തത്, ഡിസ്റ്റൻറ്റ് ഓബ്ജക്ട്സ് ആർ സീൻ ക്ലിയർലി ബട്ട് ക്ലോസർ ഓബ്ജക്ട്സ് ആർ ഡിഫിക്കൾട്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ആ ടെലിസ്കോപ്പ് ആ ഒരു ഇതിൽ വരുന്നത്, തിയേറ്ററിലെ സർവേയിങ്ങിൽ വരുമ്പോഴുള്ള കാര്യങ്ങളാണ് ഇതിൽ ചോദിച്ചത് കേട്ടോ. ഡിസ്റ്റൻസ് ഓബ്ജക്റ്റ് സീൻ കാണുന്നതും ബട്ട് ക്ലോസർ ഓബ്ജക്ട്സ് ആർ ഡിഫിക്കൾട്ട്. അതിൽ ഗ്ലോക്കോമ, പ്രസ്ബയോപ്പിയ, ഷോർട്ട് സൈറ്റ് അക്കോമഡേഷൻ. അതിൽ ആൻസർ വരുന്നത് പ്രസ്ബയോപ്പിയാണ്. അതായത് ദൂരമുള്ള വസ്തുക്കൾ ക്ലിയർ ആയിട്ട് കാണുന്നു, ക്ലോസർ ഓബ്ജക്ട്സ് ഡിഫിക്കൽട്ടാണ്, അത് പ്രസ്ബയോപ്പിയാണ്. പിന്നെ നമുക്ക് ഗ്ലൂക്കോമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ ബ്ലറായിട്ട് പോവുക, അങ്ങനെ. ഷോർട്ട് സൈറ്റ് ആണെങ്കിൽ അടുത്തുള്ള വസ്തുക്കൾ കാണുക, ദൂരത്തുള്ള വസ്തുക്കൾ കാണാതിരിക്കുക. അതൊക്കെയാണ് ഈ കാണുന്ന ഓപ്ഷൻസ്. അടുത്തത്, ദ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, ജൂൾ, എനർജി, വെലോസിറ്റി, പ്രഷർ. ഫോഴ്സ് പെർ ഏരിയ, ഫോഴ്സ് പെർ ഏരിയക്ക് നമ്മൾ പറയുന്നതാണ് പ്രഷർ. ഓക്കെ, അതുപോലെ തന്നെ ഒരു ക്രൈറ്റീരിയയാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ സ്ട്രെസ് എന്ന് പറയുന്നതും ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ് സ്ട്രെസ്സും, ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ് പ്രഷറും.
രണ്ട് കോണ്ടാക്ട്സിൽ നമ്മൾ പറയുന്നതേ ഉള്ളൂ. രണ്ടിൻ്റെയും യൂണിറ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ് രണ്ടിൻ്റെയും യൂണിറ്റ് കേട്ടോ. അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. സ്ട്രെസ് ആണെങ്കിലും പ്രഷർ ആണെങ്കിലും ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആയിരിക്കും അതിൻ്റെ യൂണിറ്റ്. അടുത്തത് ദ മെത്തേഡ് ഓഫ് എക്സ്പ്രസിങ് ദ സ്ട്രെങ്ത് ഓഫ് സൊല്യൂഷൻ. ഓക്കെ, ഒരു സൊല്യൂഷൻ്റെ സ്ട്രെങ്ത് എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡ് സോൾവോളിസിസ്, ഹാർഡ്നെസ്, മൊളാലിറ്റി, സോൾവേഷൻ. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് മൊളാലിറ്റിയാണ്. ഓക്കെ, മൊളാലിറ്റി മീൻസ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ എ സൊല്യൂഷൻ കറസ്പോണ്ടിങ് ടു 1 kilogram ഓഫ് സോൾവെൻറ്റ്. 1 kilogram സോൾവെൻറ്റിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് മോൾസ്, അതിനാണ് നമ്മൾ മൊളാലിറ്റി എന്ന് പറയുന്നത്. അതാണ് ഒരു സൊല്യൂഷൻ്റെ സ്ട്രെങ്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ സോൾവേഷൻ ഡിസ്ക്രൈബ് ദി ഇൻട്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ്. ഓക്കെ, സോൾവേഷൻ ഡിസ്ക്രൈബ്സ് ദി ഇൻട്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ് വിത്ത് ഡിസോൾവ്ഡ് മോളിക്യൂൾസ്. അതേപോലെ ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നെയാണ് ഈ സോൾവോളിസിസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് കേട്ടോ, മൊളാലിറ്റീൻ്റെ ഭാഗം. അടുത്തത് ദ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു സേവ് സ്ട്രെസ്. ഇങ്ങനത്തെ കുറച്ച് റേഷ്യോസ് നമ്മൾ ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ പഠിക്കുന്നുണ്ട്. കുറച്ച് ടേംസാണ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അൾട്ടിമേറ്റ് സ്ട്രെസ്സിൻ്റെയും സേഫ് സ്ട്രെസ്സിൻ്റെയും റേഷ്യോനെ പറയുന്ന പേരാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓക്കെ, ഇപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ സേഫ് സ്ട്രെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 50 kilogramമിൻ്റെ ഒരു പേഴ്സൺ ഇരിക്കേണ്ട ഒരു ചെയർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മളതൊരു 70 kilogramമിന് വെച്ചിട്ടുണ്ടാക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു 70/50 ആണ് നമ്മളുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി നോക്കുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഈ കാണുന്ന ഓപ്ഷൻ ആട്ടോ പറഞ്ഞത്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ യൂണിറ്റ് ഏരിയ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഇതും കൂടെ നോട്ട് ചെയ്ത് വെക്കട്ടോ. ഇതൊക്കെ ഇവിടെ വരുന്ന കുറേ റേഷ്യോകളാണ്. സ്ട്രെസ് ഞാൻ നേരത്തെ പറഞ്ഞു. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അടുത്തത് ദ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ചേഞ്ച് ഇൻ പൊസിഷൻ. ഓക്കെ, അത് നമുക്ക് അറിയുന്ന ഒരു ചോദ്യമാണ്. ചേഞ്ച് ഇൻ പൊസിഷനെ കൊണ്ട് ഒരു എനർജി പൊസസ് ചെയ്യുന്ന ഒരു ബോഡി പൊസസ് ചെയ്യുന്ന എനർജി എന്തായിരിക്കും? പൊട്ടൻഷ്യൽ, കൈനറ്റിക്, മെക്കാനിക്കൽ, ആബ്സൊല്യൂട്ട്. എന്തായിരിക്കും? അത് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഓക്കെ, ഒരു ഉയരത്തിലുള്ള വസ്തു ആർജിക്കുന്ന ഒരു എനർജി, അതൊക്കെ പൊട്ടൻഷ്യൽ എനർജിയാണ്. കൈനറ്റിക് എന്ന് പറഞ്ഞാൽ അത് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി. ഓക്കെ, അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് ദ റിസൾട്ടന്റ് അപ്വേർഡ് ത്രസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി വെൻ ഇമ്മേഴ്സ് ഇൻ ദ ഫ്ലൂയിഡ്. ഓക്കെ, ഇത് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ വരുന്നൊരു ഭാഗം കേട്ടോ. റിസൾട്ടന്റ് അപ്വേർഡ് ത്രസ്റ്റ് എക്സ്പീരിയൻസ് ബൈ ബോഡി വെൻ ഇമ്മേഴ്സ് ഇൻ ഫ്ലൂയിഡ്. ഒരു ബോഡീനെ ഒരു ഫ്ലൂയിഡിലേക്ക് മുക്കി വെക്കുമ്പോൾ ആ ബോഡി മുകളിലേക്ക് ഒരു ത്രസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, അതിനെന്താണ് പറയുക? ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, വിസ്കോസിറ്റി, സെൻറ്റർ ഓഫ് ഫ്ലോട്ടേഷൻ, ബോയൻസി. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ബോയൻസിയാണ്. ബോയൻസിൻ്റെ ഫിഗർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇമ്മേഴ്സ് ചെയ്യുകയാണെങ്കിൽ, ഗ്രാവിറ്റി വെച്ചിട്ട് താഴേക്ക് ഇമ്മേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്വേർഡ് ത്രസ്റ്റ് അത് അപ്ലൈ ചെയ്യും. അതിനാണ് നമ്മളെന്ത് പറയുന്നത് ഇവിടെ ബോയൻസി എന്ന് പറയുന്നത്. അടുത്തത് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് എനി സബ്സ്റ്റൻസ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതിനെന്താണ് പറയുക? റിലേറ്റീവ് ഡെൻസിറ്റി, റിലേറ്റീവ് ഗ്രാവിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി, വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ്. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി കേട്ടോ. റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി എന്ന് പറയുമ്പം 13,600/1000. 13,600 എന്ന് പറഞ്ഞാൽ മെർക്കുറിയുടെ ഡെൻസിറ്റിയാണ്. ബൈ 1000 എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. ഇവിടെ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. സോ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 13.6 കിട്ടും. അതായിരിക്കും മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി. അടുത്തത് ദ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം ഈസ് കോൺസ്റ്റൻറ്റ്. അങ്ങനത്തെ ഒരു ഫ്ലോ നമ്മൾ എന്താണ് പറയുക? യൂണിഫോം ഫ്ലോ, സ്റ്റഡി ഫ്ലോ, ലാമിനാർ, അൺസ്റ്റഡി. എൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് സ്റ്റഡി ഫ്ലോ ആണ്. ഓക്കെ, സ്റ്റഡി ഫ്ലോ. ഓക്കെ, അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഇക്വേഷൻ നമ്മൾ ആദ്യം പഠിച്ചു വെക്കണം. ഡിസ്ചാർജ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. നമ്മളൊരു ഫ്ലൂയിഡ് ഒഴുകുമ്പോൾ അതിൻ്റെ ഡിസ്ചാർജ് എല്ലാ സ്ഥലത്തും ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ്. ഡിസ്ചാർജ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഏതൊരു പോയിന്റ് എടുത്താലും അതിൻ്റെ ഡിസ്ചാർജ് എല്ലായിടത്തും സെയിം ആയിരിക്കും. അപ്പോൾ അതാദ്യം നോട്ട് ചെയ്ത് വെക്കുക.
ഇനി നോക്കുക, ദ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം ഇസ് കോൺസ്റ്റന്റ്. ഒരു സമയം എടുക്കുമ്പോൾ ഒരു സ്ഥലത്ത് കൂടെ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആയിരിക്കും. അതെന്ത് ഫ്ലോ ആണ്? അതിനാണ് സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റഡി, അൺസ്റ്റഡി, അതുപോലെ യൂണിഫോം, നോൺ യൂണിഫോം, ഇതൊക്കെ നമുക്ക് തെറ്റിപ്പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒന്ന് നോട്ട് എടുത്ത് വെച്ചിട്ട് അതിലൊന്ന് ഇപ്പം ഞാൻ പറയാൻ പോണ ഫിഗർ, ഈ ഫിഗർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതായത് ഈ സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു ടൈം അനുസരിച്ചിട്ട് അതിൻ്റെ വെലോസിറ്റി സെയിം ആയിരിക്കും. അതായത് ഇപ്പോൾ 1 എന്ന് പറഞ്ഞ പോയിൻ്റ് ഒരു സമയം ഞാൻ എടുക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10 മണിക്ക് ഈ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു വെലോസിറ്റി ഉണ്ടാവും. അത് 2 എന്ന് പറഞ്ഞ പോയിന്റ് എത്തുമ്പോൾ ചിലപ്പോൾ വെലോസിറ്റി കൂടിയിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ 2 കൂടെ പാസ് ചെയ്യുന്ന അതിനൊരു വെലോസിറ്റി ഉണ്ടാവും. ആ സമയം കഴിഞ്ഞ് ഒരു 10 മണി കഴിഞ്ഞ്, ഒരു 11 മണി കഴിഞ്ഞ്, 12 മണിക്ക്, 2 മണിക്കൂർ ശേഷം 12 മണിക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഒന്നിൽ കൂടെ പാസ് ചെയ്യുന്നത് നേരത്തെ ഒന്നിൽ കൂടെ പാസ് ചെയ്യുന്നത് അതേ വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, 2ൽ കൂടെ പാസ് ചെയ്യുന്നത് നേരത്തെ 2ൽ കൂടെ പാസ് ചെയ്ത അതേ വെലോസിറ്റി ആയിരിക്കും. സോ ഇവിടെ എഴുതി എന്താണ്? വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം മാറ്റമില്ല. അതാണ് സ്റ്റഡി ഫ്ലോ. അപ്പോൾ അൺസ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ മാറ്റം ഉണ്ടാകും. കണ്ടോ, 1 കൂടെ പോകുന്ന വെലോസിറ്റി കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി മാറിയിട്ട് കണ്ടില്ലേ? എയറോൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതിൻ്റെ വെലോസിറ്റി ഒക്കെ മാറിയിട്ടുണ്ടാവും. 2 കൂടെ പാസ് ചെയ്ത വെലോസിറ്റിയിൽ പിന്നെ ഉണ്ടാവും. ഓക്കെ, സോ ഇറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഈ സ്റ്റഡിയും അൺസ്റ്റഡിയും പറയുന്നത്. ഇനി യൂണിഫോമും നോൺ യൂണിഫോം പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ആണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു സ്പേസ്, ഒരു സ്ഥലത്തെ വെലോസിറ്റി മാറ്റമില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഇപ്പോൾ യൂണിഫോം ആണെങ്കിൽ ഒരേ ഡിസ്ചാർജ്, അതായത് ഒരേ ക്രോസ് സെക്ഷനിൽ കൂടിയാണ് ഒരേ വെലോസിറ്റിയിൽ ഉള്ള വെള്ളം പാസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഡിസ്ചാർജ് ത്രൂ കോൺസ്റ്റൻറ്റ് ഡയമീറ്റർ. ഒരേ ഡയമീറ്ററിലുള്ള പൈപ്പ് കൂടെ ഒരേ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി നോൺ യൂണിഫോം ആണ് ഇന്ന് സംഭവിക്കാം. ഇവിടെ ഓരോ സ്ഥലത്ത് വെലോസിറ്റി മാറും. കണ്ടോ, വെലോസിറ്റി ഇവിടെ എത്തുമ്പോൾ കുറയും, ഇവിടെ എത്തുമ്പോൾ കൂടും. സോ വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ആ വെലോസിറ്റി മാറ്റുന്നുണ്ട്. ഓക്കെ, എന്നാലും ഡിസ്ചാർജ് സെയിം ആയിരിക്കും കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട്, ഡിസ്ചാർജ് പറഞ്ഞാൽ ഏരിയൻ്റെ വെലോസിറ്റിയാണ്. കണ്ടോ, ഇവിടെ ഏരിയ കുറയും, ഇവിടെ ഏരിയ കൂടും. അതിനനുസരിച്ച് ഇവിടെ വെലോസിറ്റി കുറയും, വെലോസിറ്റി കൂടും. അങ്ങനെ 2 കോമ്പൻസേറ്റ്. ഡിസ്ചാർജ് എപ്പോഴും സെയിം ആയിരിക്കും, പക്ഷെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു സ്പേസ് മാറും. അതിനാണ് നമ്മൾ ഈ നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ മാറ്റം കൃത്യമായിട്ടൊന്ന് അടയാളപ്പെടുത്തി വെക്കുക കേട്ടോ. അടുത്തത് ദ റേഷ്യോ ബിറ്റ്വീൻ ദി വെറ്റഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് വെറ്റഡ് പെരിമീറ്റർ, ഹൈഡ്രോളിക് ഡെപ്ത്, ഗ്രേഡിയൻ ലൈൻ, ഹൈഡ്രോളിക് മീൻ ഡെപ്ത്, ടോട്ടൽ എനർജി ലൈൻ. ഇപ്പോൾ ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷണൽ വെറ്റഡ് ഏരിയ ഉണ്ടാവുമല്ലോ, അത് ബൈ വെറ്റഡ് പെരിമീറ്റർ. ഓക്കെ, അതിൻ്റെ റേഷ്യോനെ പറയുന്ന പേരാണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഈ ഒരു കണ്ടെയ്ൻ ചെയ്യുന്നൊരു ഇതൊരു കണ്ടെയ്നർ ആണെങ്കിൽ അതിനൊരു ഏരിയ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് അത്രയും ഭാഗം നനഞ്ഞിരിക്കുകയായിരിക്കും, അതാണ് വെറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. ആ വെറ്റഡ് ഏരിയ ബൈ ഇത് പെരിമീറ്ററാണ്. കണ്ടോ, അടി കൂടെ പോകുന്നതാണ് അതിൻ്റെ പെരിമീറ്റർ. അപ്പോൾ അത് ഡിവൈഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ റേഷ്യോ എടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. ഓക്കെ, അടുത്തത് ഇൻ എ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് when the line of collimation is horizontal the vertical circle vernier must read. ട്രാൻസിറ്റ് തിയോഡലൈറ്റിൽ ലൈൻ ഓഫ് കോളിമേഷൻ ഹൊറിസോണ്ടൽ ആണെങ്കിൽ അതിലുള്ള വെർട്ടിക്കൽ സർക്കിൾ വെർനിയർ റീഡ് ചെയ്യേണ്ടത് എത്രയായിരിക്കും? അതിൻ്റെ ആൻസർ വരുന്നത് 0 ആണ്. ഓക്കെ, നമുക്കൊന്ന് തിയോഡലൈറ്റ് നോക്കാം. ഇതാണ് തിയോഡലൈറ്റ്. ഇപ്പോൾ ഈ തിയോഡലൈറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ലൈൻ ഓഫ് കോളിമേഷൻ അതായത് ഇതാണ്. കണ്ടോ, ഈ ഒരു ഐ പീസ് കൂടെ ഇങ്ങനെ പോകുന്ന ഒബ്ജക്റ്റിൻ്റെ ആ ഒരു ലൈൻ, അതാണ് ലൈൻ ഓഫ് കോളിമേഷൻ. ആ ലൈൻ ഓഫ് കോളിമേഷൻ ഹൊറിസോണ്ടലായിട്ടാണ് പോകുന്നതെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഇതാണ് വെർട്ടിക്കൽ വെർനിയർ സ്കെയിൽ. കണ്ടില്ല, ഇതാണ് വെർട്ടിക്കൽ വെർനിയർ സ്കെയിൽ. അതിൽ കാണുന്ന ഡയമെൻഷൻ, കാണുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ദ സ്റ്റേഡിയം മാർക്കിംഗ് ആർ മെയ്ഡ് ഓൺ ഒബ്ജക്റ്റ് ഗ്ലാസ്, ഡയഫ്രം, ഐ പീസ്, ലെൻസ്. സ്റ്റേഡിയം മാർക്കിംഗ് നമ്മൾ ഇതിൻ്റെ മുകളിലാണ് കാണുക. ഇതൊക്കെ തിയോഡലൈറ്റിൻ്റെ ഒരു പാർട്സാണ്. നമ്മൾ സ്റ്റേഡിയം മാർക്കിംഗ് കാണുന്നത് ഡയഫ്രത്തിലാണ്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ഇതാണ് ഒരു ഡയഫ്രം.
ഈ ഡയഫ്രത്തിൻ്റെ മുകളിലും താഴെയും കണ്ടില്ലേ, മുകളിലാണ് അപ്പർ സ്റ്റേഡിയം മാർക്ക്, താഴെ ലോവർ സ്റ്റേഡിയം മാർക്ക്. അപ്പോൾ ഇതിൽ കൂടിയാണ് നമ്മൾ ഒബ്ജക്റ്റ് കാണുന്നത്. അപ്പോൾ ആ ഒബ്ജക്റ്റ് ഇതിനുള്ളിൽ എവിടെയാണ് വരുന്നത്, ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദീസ് ലൈൻസ് അങ്ങനെയൊക്കെയാണ് നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം വരുന്നത് ഡയഫ്രത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സ്റ്റേഡിയ. ഓക്കെ, ഇത് നമ്മൾ സ്റ്റേഡിയ ഡയഫ്രം തന്നെയാണ് നമ്മൾ കോമൺലി നമ്മൾ വിളിക്കുന്നത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റേഡിയ ഡയഫ്രംസ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അടുത്തത്, ദ മാക്സിമം റെസിസ്റ്റൻറ്റ് മൊമെൻറ്റ് ദാറ്റ് ക്യാൻ ബി ഡെവലപ്ഡ് അറ്റ് ദ ക്രോസ് സെക്ഷൻ ഓഫ് എ ബീം വിത്തൗട്ട് എക്സീഡിങ് ദ പെർമിസിബിൾ ബെൻഡിങ് സ്ട്രെസ്. പെർമിസിബിൾ ബെൻഡിങ് സ്ട്രെസ്സിൽ എക്സീഡ് ചെയ്യാതെ ക്രോസ് സെക്ഷനിൽ വരുന്ന മാക്സിമം റെസിസ്റ്റിംഗ് മൊമെൻറ്റിനെ എന്താണ് വിളിക്കുക? ബെൻഡിങ് സ്ട്രെസ്, മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ്, ഫ്ലെക്സുറൽ റിജിഡിറ്റി. നമ്മളതിനെ വിളിക്കുന്ന പേരാണ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം റെസിസ്റ്റിംഗ് മൊമെൻറ്റ് ദാറ്റ് ക്യാൻ ബി ഡെവലപ്ഡ് വിത്തൗട്ട് എക്സീഡിങ് ദി പെർമിസിബിൾ ബെൻഡിങ് സ്ട്രെസ്. നമ്മൾ ആ വേർഡ്സൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഇപ്പോൾ നമുക്കൊരു സെക്ഷൻ, ഇപ്പോൾ ഒരു ബീമാണെങ്കിൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഒരു ബെൻഡിങ് വരും അല്ലേ? ആ ബെൻഡിങ്ങിൽ വരുന്ന സ്ട്രെസ്സാണ് ബെൻഡിങ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ്, ഇവിടെ ഓപ്ഷനിൽ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ് കൊടുത്തിട്ടുണ്ട്, ബെൻഡിങ് സ്ട്രെസ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലേ? അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കണ്ടോ, നമുക്കിപ്പം ഇവിടെ ഒരു സ്ട്രെസ് വരികയാണെങ്കിൽ കണ്ടില്ല, ഈ ഒരു ആക്സിസിൽ കണ്ടോ, നിങ്ങൾ ഒരു ആരോ കണ്ടില്ലേ? ഈ ആരോ വരുന്ന ലൈൻസിൽ വരുന്ന സ്ട്രെസ്സാണ് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ്. ഇനി ഈ ഒരു സെക്ഷൻ നമ്മൾ ബെൻഡായി പോവുകയാണെങ്കിൽ കണ്ടോ, ഈ ബെൻഡായി പോവുകയാണെങ്കിൽ അവിടെ വരുന്ന സിഗ്മ ബി, ഇവിടെ കണ്ടോ അറ്റത്ത് സിഗ്മ ബി കണ്ടോ, അതാണ് ബെൻഡിങ് സ്ട്രെസ്. മനസ്സിലായില്ലേ? അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനും സിഗ്മ ബി ആണ് എന്താണ് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ്സും ബെൻഡിങ് സ്ട്രെസ്സും. ഇനി നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് മൊമെൻറ്റ്, ഐ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, എം ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ഒരു മൊമെൻറ്റിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് വലിയൊരു ഡെറിവേഷൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഒരു ഇക്വേഷനാണ്, ബെൻഡിങ് ഇക്വേഷൻ്റെ ഫോമുലയാണ്. അതിൽ നമ്മൾ ഇ ഇൻറ്റു ഐ, ഇലാസ്റ്റിക് മോഡുലസ് ഇൻറ്റു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ശ്രദ്ധിക്കണേ, ഇലാസ്റ്റിക് മോഡുലസ് ഇൻറ്റു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് ഇ ഐ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലെക്സുറൽ റിജിഡിറ്റി എന്ന് പറയുന്നത് കേട്ടോ. മാർക്ക് ചെയ്ത് വെക്കുക, പ്രൊഡക്റ്റ് ഇ ഐ അതിനാണ് നമ്മൾ ഫ്ലെക്സുറൽ റിജിഡിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തത്, the limit value stress up to which material is perfectly elastic. Shear stress, shear strain, elastic limit strain. The limit value stress up to which material is perfectly elastic എന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം നോക്കിയാൽ മതി. ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം. ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നമ്മൾ ഇപ്പോൾ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ എന്ന് പറഞ്ഞൊരു മെഷീനിൽ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ച് നമ്മൾ ഒരു ഭാഗം വലിക്കുകയാണ് മുകളിലേക്ക്. അപ്പോൾ അതിങ്ങനെ വലിഞ്ഞിങ്ങനെ പൊട്ടുക ചെയ്യാം. സോ ആദ്യം വലിക്കുമ്പോൾ ഒരു പോയിന്റ് വരെ അത് ഇലാസ്റ്റിക് ആയിരിക്കും. അതായത് അതിൻ്റെ ഉള്ളിൽ എവിടെ വെച്ച് ലോഡ് ഡ്രോപ്പ് ചെയ്താലും തിരിച്ച് ഒറിജിനൽ ഡയമെൻഷനിലേക്ക് വരും. പിന്നെ അങ്ങോട്ട് ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ അങ്ങോട്ട് പിന്നെ പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു ഇതാണ്, പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? നമ്മൾ ലോഡ് കൊടുത്തിട്ട് നമ്മൾ ലോഡ് ഒഴിവാക്കിയാൽ എവിടെയാണോ ലാസ്റ്റ് വന്ന് നിൽക്കുന്നതിൻ്റെ ഡയമെൻഷൻ, അതായിരിക്കും അതിൻ്റെ ഡയമെൻഷൻസ്. അതാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ നമ്മൾ എവിടെ വെച്ച് ലോഡ് ഡ്രോപ്പ് ചെയ്താലും പഴയ ഡയമെൻഷനിലേക്ക് വരും. ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് ആയി കഴിഞ്ഞാൽ ലോഡ് നമ്മൾ ഒഴിവാക്കിയാൽ ഏതാണോ ലാസ്റ്റിൽ നിൽക്കുന്ന ഡയമെൻഷൻ അവിടെ വെക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം എന്താ വെച്ചാൽ അപ് ടു വിച്ച് മെറ്റീരിയൽ ഇസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഏത് ലിമിറ്റ് വാല്യൂ വരെയാണ് നിൽക്കുക? അത് ഇലാസ്റ്റിക് ലിമിറ്റ് വരെയാണ് നിൽക്കുക. കണ്ടോ, ഇതാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. അതിൻ്റെ മുകളിൽ നമ്മൾ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം. അടുത്തത്, ദ സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് അക്രോസ് എ കനാൽ ടു റെഗുലേറ്റ് ദ ഡിസ്ചാർജ് ഇൻ ടു അനദർ കനാൽ ഇസ് കോൾഡ് ടാങ്ക്സ് ലൂയിസ്, കനാൽ റെഗുലേറ്റർ, വെയർ, കനാൽ ഡ്രോപ്പ്. നമ്മൾ ഒരു കനാലിൻ്റെ അക്രോസിൽ സ്ട്രക്ചർ ഉണ്ടാക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അടുത്ത കനാലിലേക്കുള്ള ഡിസ്ചാർജ് റെഗുലേറ്റ് ചെയ്യാൻ. അതിന് പറയുന്ന പേരാണ് കനാൽ റെഗുലേറ്റർ. ഓക്കെ, കനാൽ റെഗുലേറ്റർ. നമുക്ക്
ഫിഗർ കണ്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കണ്ട. ഒരു കനാല് അടുത്ത കനാലിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ എന്താക്കും, ഇതിനൊന്ന് ലേശം ഒന്ന് പൊക്കി വെക്കും. കണ്ടോ, ഇതൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയതാണ്. ഈ സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇങ്ങനെ വന്നിട്ട് വീടും. അപ്പോൾ ഡിസ്ചാർജ് കുറച്ച് കൂടും. ഡിസ്ചാർജിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സാധനമാണ് കനാൽ റെഗുലേറ്റർ. അടുത്തത്, ദ ടാങ്ക്സ് യൂസ്ഡ് ഫോർ ട്രീറ്റിംഗ് ദ സ്വീവേജ് ഫ്രം ഐസൊലേറ്റഡ് റെസിഡൻസസ് വേർ ഡ്രെയിനേജ് കണക്ഷൻ ടു പബ്ലിക് സ്യൂവർ സിസ്റ്റം ഇസ് നോട്ട് പോസിബിൾ. സെപ്റ്റിക് ടാങ്ക്, കാച്ച് ബേസിൻ, സ്യൂവർ ലൈൻസ്, സീപ്പേജ് പിറ്റ്. അത് വായിച്ചു നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്താണ് ഫോർ ട്രീറ്റിംഗ് ദി സ്വീവേജ് ഫ്രം ഐസൊലേറ്റഡ് റെസിഡൻസ്, നമ്മുടെയൊക്കെ ഓരോരോ വീടുകൾ, ഓക്കെ, ഐസൊലേറ്റഡ് റെസിഡൻസ് വേർ ഡ്രെയിനേജ് കണക്ഷൻ ടു പബ്ലിക് സ്യൂവർ സിസ്റ്റം നോട്ട് പോസിബിൾ. എന്താണ്? സെപ്റ്റിക് ടാങ്ക് ആണ് അല്ലേ. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് പിന്നെ വേറെ പബ്ലിക് സ്യൂവർ സിസ്റ്റത്തിലേക്ക് വേറെ അങ്ങനെ കണക്ഷൻ പോകണില്ല. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു സെപ്റ്റിക് ടാങ്ക് ഉണ്ടാവും. ഓരോ വീട്ടിലേക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സെപ്റ്റിക് ടാങ്കാണ് ഉണ്ടാവുക. ഓക്കെ, അത് വേറൊരു പബ്ലിക് സ്യൂവർ സിസ്റ്റത്തിലേക്ക് പോകണില്ല. അതാണ് അവിടെ ചോദിച്ചത്. അടുത്തത്, ദ ബുക്ക് ഇൻ വിച്ച് ദ ഡിസ്റ്റൻസ് അലോങ് ദ ചെയിൻ, ദി ഓഫ്സെറ്റ് മെഷർമെൻറ്റ്സ് ആൻഡ് സ്കെച്ചസ് ഓഫ് ഡീറ്റെയിൽസ് പോയിന്റ്സ് ആർ റെക്കോർഡഡ്. റെക്കോർഡ് ബുക്ക്, സർവേ ബുക്ക്, എം ബുക്ക്, ഫീൽഡ് ബുക്ക്. നമ്മളിപ്പം ഒരു ചെയിൻ സർവേ നടത്തുകയാണെങ്കിൽ ആ ചെയിനിന് ഓരോ സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ്, ഓഫ്സെറ്റ് മെഷർമെൻറ്റ്സ്, ഇതൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു ബുക്ക്, അതിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ പേരാണ് ഫീൽഡ് ബുക്ക്. ഇപ്പോൾ ഫീൽഡ് ബുക്ക് ഒന്ന് നോക്കി നോക്കുക, അത് അങ്ങനെയാണ് ഒരു ഫീൽഡ് ബുക്ക് ഉണ്ടാവുക. എന്താണ്, ഇപ്പോൾ സർവേൻ്റെ ഒരു ലൈന് വരികയാണെങ്കിൽ അവിടെ നിന്നും റോഡ് കണ്ടോ, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് നമ്മൾ അതിലേക്ക് മാർക്ക് ചെയ്ത് വെക്കും. അങ്ങനെ അതിന് പറയുന്ന പേരാണ് ഫീൽഡ് ബുക്ക്. അതിപ്പോൾ സിംഗിൾ ലൈനും ഉണ്ടാവും, ഡബിൾ ലൈനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളൊരു 20 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഈ ഒരു സെഷൻ. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിൽ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ഇതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇനി അടുത്ത വീഡിയോസ് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, താങ്ക് യു.